വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നും ഒരു ഡ്രൈവ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് കണ്ടാൽ തന്നെ അറിയാമല്ലോ, മാരുതിയുടെ സ്റ്റിയറിംഗും ടൊയോട്ടയുടെ ലോഗോയും. സോ നമ്മുടെ ടൊയോട്ട ഗ്ലാൻസ് ആണെന്ന് ഡ്രൈവ് റിവ്യൂവിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വണ്ടിയും കൂടെയാണ്. പുള്ളി സർവേയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി ഇവിടെ ഇല്ല. ഞങ്ങൾ വണ്ടി പുള്ളി എടുത്ത് ഏകദേശം ഒരു വർഷമായി എടുത്തിട്ട്. ഒരു വർഷം കൊണ്ട് ഏകദേശം 18,000 കിലോമീറ്റർ ഓടി. ഞാനും അത്യാവശ്യം യൂസ് ചെയ്തിട്ടുള്ള ഈ വണ്ടി. ഞങ്ങൾ ഈ വണ്ടി എടുത്ത് ഫസ്റ്റ് ട്രിപ്പ് പോയത് തന്നെ മൂന്നാറായിരുന്നു. സോ അത്യാവശ്യം ഒരു ഫീഡ്ബാക്ക് തരാൻ എന്നെ കൊണ്ടും കഴിയും. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ വണ്ടി. പിന്നെ ഗ്ലാൻസിയുടെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ മാരുതി ബലേനോ ജസ്റ്റ് പേര് മാറ്റി, അതുകൊണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത് ലോഗോ മാറ്റി കൊണ്ടുവന്ന വണ്ടിയാണ് ടൊയോട്ട ഗ്ലാൻസ. സ്മൂത്ത് വണ്ടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി വളരെ സ്മൂത്താണ്. സ്പെഷ്യലി നമ്മുടെ ക്ലച്ചും കാര്യങ്ങളൊക്കെ, ക്ലച്ചൊക്കെ ചവിട്ടുന്ന പോലെ നമ്മുടെ ആക്സിലേറ്റർ ചവിട്ടുന്നതൊക്കെ കുറച്ചുകൂടെ ഒരു ശകലം കൂടെ ഒരു 10% ഇവിടെ പവർ കൊടുത്താൽ മതി നമ്മൾ ക്ലച്ച് ചവിട്ടാം. അത്രയ്ക്ക് സ്മൂത്താണ് ക്ലച്ചും കാര്യങ്ങളും. ഗിയർ തന്നെ, ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നമുക്ക് അറിയത്തോലുമില്ല. ജസ്റ്റ് ഇതാ ഒരു വിരലും കൊണ്ടൊക്കെ നമുക്ക് ഇടാവുന്നേ ഉള്ളൂ. അത്രയ്ക്ക് സ്മൂത്താണ് ഗിയറും ക്ലച്ചും കാര്യങ്ങളെല്ലാം. പിന്നെ പവറിന്റെ കാര്യം അത് തന്നെ, പവർ തീരെ മോശമൊന്നുമില്ല. എഞ്ചിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഒരു കെ സീരീസ് 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 90 PS പവറും അതുപോലെ തന്നെ 113 Nm ടോർക്കുമാണ് ഈ വണ്ടിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ എഴുതി വെച്ചേക്കുന്ന വാചകങ്ങൾ, അതായത് 90 bhp അതുപോലെ 113 Nm ടോർക്ക്, ആ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം വണ്ടി അതുപോലെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ മൈലേജ് സത്യം പറഞ്ഞാൽ വണ്ടിയുടെ ഹൈലൈറ്റ് തന്നെ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഞങ്ങൾ ട്രിപ്പൊക്കെ പോകുമ്പോഴും ഫസ്റ്റ് ട്രിപ്പ് ഈ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ്, അതായത് ഓയിൽ ചേഞ്ച് കഴിയുന്നതിന് മുമ്പ് മൂന്നാർ പോയിരുന്നു. മൂന്നാർ പോയപ്പോഴും ഏറ്റവും കുറഞ്ഞ മൈലേജ് ഞങ്ങൾക്ക് കിട്ടിയത്, ആ ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ കയറാൻ നേരത്തും ഏറ്റവും കുറഞ്ഞ മൈലേജ് ഞങ്ങൾക്ക് കിട്ടിയത് 14-15 ടോപ്പ് ഒരു 20+ കിട്ടി. പിന്നെ അതിന് ഇടയ്ക്കും വേറൊരു ഹൈലൈറ്റ് ഉണ്ട്. മൂന്നാർ പോയപ്പോൾ ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നിയില്ല, അതുപോലെ തന്നെ വണ്ടിക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അതായത് പുള്ളിങ്ങിന്റെ കാര്യത്തിലും ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഇനി ഈ വണ്ടി ആർക്കൊക്കെ എടുക്കണം എന്ന് വെച്ചാൽ, ആർക്കൊക്കെയാണ് ഈ വണ്ടി സ്യൂട്ടബിൾ ആവുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ഡ്രൈവ് ഉണ്ട്, പെട്രോൾ വണ്ടി മതി, അത്യാവശ്യം കിലോമീറ്റർ ഓടാനുണ്ട്, മൈലേജ് വേണം, അത്യാവശ്യം കംഫോർട്ട് വേണം, ഇതൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലാൻസയ്ക്ക് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ മെയിൻ്റനൻസിൻ്റെ കാര്യമായാലും ടൊയോട്ടയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. മാരുതിയെ പോലെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആണെന്നെങ്കിലേ ഉള്ളൂ. അത്യാവശ്യം നല്ല മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം ടൊയോട്ട വണ്ടിക്കകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, ഒരു ടൊയോട്ട ഓണറെ നമുക്ക് പറയാം. വണ്ടി ഏതാന്ന് പറയുമ്പോൾ ടൊയോട്ട ഗ്ലാൻസ് എന്ന് പറയുന്ന ഒരു എടുപ്പാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ചിലർക്ക് മാരുതി എന്ന് പറയുന്നതായിരിക്കും ഇഷ്ടം. മാരുതി അടക്കി വാരുന്നുണ്ടിരുന്നില്ലേ കൊച്ചു സെഗ്മെന്റുള്ള വണ്ടി, മീൻസ് ഹാഷ് ബാക്ക് ആയാലും, ഇതാണെങ്കിൽ പ്രീമിയം ഹാഷ് ബാക്ക് ആയാലും. ഇപ്പം അത് ടൊയോട്ടയിലും ഉണ്ട്. ടൊയോട്ടയിലും ആൾക്കാർക്ക് അത് ലഭ്യമാണ്. സോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. മാരുതി ബലേനോ വേണോ അതോ ടൊയോട്ട ഗ്ലാൻസ വേണോ എന്നൊക്കെ. ഇനി നമുക്ക് ഉടനെ തന്നെ ഈ മാരുതി ബലേനോയുടെയും അതുപോലെ തന്നെ ടൊയോട്ട ഗ്ലാൻസയുടെയും ഒരു കൊച്ചു കമ്പയർ ചെയ്യുന്നൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഈ വണ്ടിയുടെ ഡ്രൈവിനെ പറ്റിയുള്ള റിവ്യൂ ആണ് ഇപ്പോൾ പറഞ്ഞത്. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ സ്മൂത്താണ്. കാരണം ഇപ്പം അത്യാവശ്യം പന്ന റോഡിൽ കൂടെ പോയാലും വലിയൊരു കുലുക്കോ കാര്യങ്ങളൊന്നും അകത്തറിയുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഭയങ്കര ക്വാളിറ്റിയുള്ള ബോഡിയൊന്നുമല്ല മാരുതി ആയതുകൊണ്ട് തന്നെ. പക്ഷേ ആ സസ്പെൻഷന്റെ മികവ് കൊണ്ട് തന്നെ ആ ഒരു കുലുക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഓടിക്കുന്നവർക്കോ യാത്ര ചെയ്യുന്നവർക്കോ തീരെയില്ല. നല്ല സസ്പെൻഷനുമാണ്. ബ്രേക്കിംഗ് അത്യാവശ്യം കൊള്ളാം. പിന്നെ വേറെന്താ, ഇത് ടോപ്പിന്റെ വേരിയന്റാണ് ഈ വണ്ടി. അതായത് ഏറ്റവും ടോപ്പിൽ മാനുവൽ ഗിയർ ബോക്സാണ്. എല്ലാ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ട്. സോ അതൊക്കെ യൂസ് ചെയ്ത് ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ക്രേസാണ്. പിന്നെ ഈ വണ്ടിക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, വണ്ടി ചിലർക്ക് ഇപ്പം എനിക്ക് മാനുവൽ പേഴ്സണലി ഇഷ്ടം. ആ ഗിയർ മാറി ഓടിക്കുന്ന ഒരു സുഖം എനിക്ക് ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പം മാനുവലും ഓട്ടോമാറ്റിക്കും ഈ വണ്ടിക്കകത്ത് അവൈലബിൾ ആണ്. പ്രൈസ് ഡിഫറൻസ് കാണും. ഇത് തന്നെ ഈ സെയിം വേരിയന്റ് ഈ മാനുവൽ ഈ വണ്ടി എൻ്റെ ഫ്രണ്ട് എടുത്തപ്പം ഏകദേശം 11.5-12 രൂപയ്ക്ക് അകത്തായി ഓൺ റോഡ്. അപ്പോൾ അതിനുള്ള വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഓവർ പ്രൈസറാണ്. എങ്കിലും ആ ഒരു ബ്രാൻഡ് വാല്യൂ, പിന്നെ ഇത്രയും ഫീച്ചേഴ്സ് പ്ലസ് ആ ഒരു കംഫോർട്ടും യാത്രാസുഖവും പവറും, ജസ്റ്റ് ഒന്ന് കാലും എടുത്ത് നോക്കുക. അതാണ് ഗിയർ ഒന്നും മാറിയിട്ടില്ല, 4th ഗിയറിലാണ്. ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കൊടുത്തപ്പോഴത്തേക്ക് നല്ല റെസ്പോൺസ് വണ്ടി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആ സ്പീഡോമീറ്ററും അനലോഗൊക്കെ ആയതുകൊണ്ട് കാണാൻ തന്നെ രസമുണ്ട്.
പിന്നെ മൈലേജ് ഇപ്പോൾ 15 കാണിക്കുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ട്രാഫിക് ആയിരുന്നു. ഒരു 10-15 മിനിറ്റോളം ട്രാഫിക് കിടന്നിരുന്നു. അതുകൊണ്ടാണ് മൈലേജ് ഇപ്പോൾ 15 കാണിക്കുന്നത്. നല്ല മൈലേജും വണ്ടി തരുന്നുണ്ട്. കാരണം ഇതുകൊണ്ട് ലോങ് ഒക്കെ പോകുമ്പോൾ ഏകദേശം ഒത്തിരി വട്ടം പറഞ്ഞു, കുറേ തവണ പറഞ്ഞതുപോലെ തന്നെ 20+ ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ ബ്രേക്കിങ്ങിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ക്ലച്ചിന്റെ കാര്യം പറഞ്ഞു. ക്ലച്ചൊക്കെ വളരെ സ്മൂത്താണ് കേട്ടോ. നമുക്ക് അത് ഓടിക്കുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. എങ്കിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. വളരെ വളരെ സ്മൂത്താണ്. ക്ലച്ചായാലും ഗിയറിന്റെ നോബായാലും എല്ലാം 5 സ്പീഡ് ഗിയറാണ്, മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഒക്കെ വളരെ വളരെ ലൈറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. കൊച്ചു വണ്ടി ഹാൻഡിൽ ചെയ്യാനൊക്കെ ചെയ്യാം. പക്ഷേ കുറച്ച് കെയർ വേണം. കാരണം എന്ന് വെച്ചാൽ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ട് സൈഡ് ഇടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ടൊയോട്ട ഗ്ലാൻസയുടെ ഒരു ഡ്രൈവ് റിവ്യൂ. അപ്പോൾ ബേസിക്കലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നല്ല വണ്ടിയാണ്. അത് യൂസേഴ്സിനനുസരിച്ച് കൂടാ. അപ്പം ഞാൻ നല്ല പവർ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് വെച്ച് നല്ല ടെർബോ പെട്രോളോ അല്ലെങ്കിൽ നല്ല ടെർബോ ഡീസലോ ഓടിച്ചൊരു വ്യക്തി വന്ന് ഇത് ഓടിച്ചിട്ട് പവർ കുറവാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ തരുന്ന പവർ, 90 bhp ഉള്ള വണ്ടി, ആ ഒരു ത്രോട്ടിൽ ആ ഒരു ഫീല് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടും. പിന്നെ മൈലേജ് ഉണ്ട്, അത്യാവശ്യം യാത്രാ സുഖമുണ്ട്. ഒരു ലോങ് ഡ്രൈവ് ആയാലും നമുക്ക് വലിയ ക്ഷീണോ കാര്യങ്ങളൊന്നും വരത്തില്ല. സോ ടോട്ടലി എനിക്ക് നെഗറ്റീവ് പറയാനായിട്ട് ഈ 2 കാര്യമേ ഉള്ളൂ. ഒന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോഡി ക്വാളിറ്റി ബിക്കോസ് ഓഫ് മാരുതി. രണ്ടാമത്തെ കാര്യം ബാക്ക് സൈഡ് റിയർ സൈഡിൽ നല്ല ബോഡി റോളുണ്ട്. അറിയാം, ആ ബോഡി റോളിന് ഒരു കാരണം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ബാക്കിലായാലും ഫ്രണ്ടിലായാലും. അതുകൊണ്ടായിരിക്കാം ചെറിയ ബോഡി റോളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ റിവ്യൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.